Today, I am going to discuss signal transduction pathway by means of receptor tyrosine kinases or RTKs. What are RTKs? These are the major class of receptors that have intrinsic protein kinase activity. The major functions of receptor tyrosine kinases include cell proliferation, differentiation, promotion of cell survival, and modulation of cellular metabolism. ഇപ്പം എന്താണ് മോഡുലേഷൻ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി സെല്ലിന് ആവശ്യമായിട്ടുള്ള മേജർ ഫങ്ഷൻസ് ആണ്. ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഈ ടൈറോസിൻ കൈനേസ് റിസപ്റ്റേഴ്സ് ആണ്. ഇനി സ്പെസിഫിക് ലിഗാൻസിന് മാത്രമേ ഈ റിസപ്റ്റർ ടൈറോസിൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഈ ഏതൊക്കെയാണ് ലിഗാൻസ്? ഈ റിസപ്റ്റർ ടൈറോസിൻ കൈനേസിലെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ലിഗാൻസ് എന്തൊക്കെയാണ്? അതിനെ പൊതുവെ ജനറൽ ആയിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് പറയാറ്. ഏതൊക്കെയാണ്? ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ, എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ, പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് growth factor or PDGF, nerve growth factor, and insulin derived growth factor or insulin growth factors. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരെന്താണെന്ന് വെച്ചാൽ ലിഗാൻസിന് സ്പെസിഫിക് സൈറ്റ് ഇൻ ദ റിസപ്റ്റർ മോളി. ഇതൊരു RTK റിസപ്റ്ററിന്റെ പടമാണ് വരച്ചത്. ഈ റിസപ്റ്ററിലെ ഒരു സ്പെസിഫിക് ലിഗാൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അവിടെ ചെന്നിട്ട് ഈ ലിഗാൻസിന് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക വെച്ചാൽ ഇവര് RTKസിനെ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. അതിന് നമുക്കൊരു സ്റ്റാർ എന്നിടാം. RTK ആക്ടിവേറ്റഡ് ഫോം ഓഫ് ദ RTK ആണ് സ്റ്റാർ, RTK സ്റ്റാർ. ഈ RTK ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അവരെന്തിനാണ് വേറൊരു പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യും. അതിനെ പറയുന്നതാണ് റാസ് മാപ് കൈനേസ് പാത്വേ എന്നാണ് അതിനെ പറയുക. ഒക്കെ ഇനി പറയും. ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഈ റാസ് മാപ് കൈനേസ് പാത്വേ സെവറൽ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേസിനെ ഓൺ ഓർ ഓഫിലോട്ട് കൊണ്ടുപോകും. ഇനി എന്താണ് RTK? നമുക്ക് RTKയുടെ ജനറൽ സ്ട്രക്ചർ നോക്കാം, അല്ലെങ്കിൽ എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് RTKs എന്താണെന്ന് നോക്കാം. അതിനെന്തൊക്കെയാണുള്ളത്? ഒരു എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ഉണ്ട്. ഇത് ഇത്രയും ഭാഗം ഈ റെഡ് കളറിൽ വരച്ചിട്ടുണ്ട്. ഇതാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ. അവിടെയാണ് എന്തുള്ളത്? ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് ഉള്ളത്. ലിഗാൻ ബൈൻഡിങ് സൈറ്റ് ദാറ്റ് കണ്ടെയ്ൻ എ ലിഗാൻ ബൈൻഡിങ് സൈറ്റ്. ദെൻ രണ്ടാമത്തെ പോർഷനാണ് എന്താണ്? ഒരു ട്രാൻസ് മെംബ്രെയിൻ ഡൊമൈൻ. അതായത് സെല്ലാണല്ലോ നമ്മളിപ്പോൾ ഇത് ഒരു സെല്ലിലുള്ള റിസപ്റ്ററിനെ പറ്റിയിട്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ സെല്ലിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടാണ് അതിന് എന്തുണ്ടാവുക? ഒരു ട്രാൻസ് മെംബ്രെയിൻ ഡൊമൈൻ ഉണ്ടാവുക. അപ്പൊ അത് പ്ലാസ്മ മെംബ്രെയിൻ കൂടെ ട്രാവേഴ്സ് ചെയ്യും. അത് എന്നിട്ട് എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈഡ്രോഫോബിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൽഫ ഹെലിക്സ് ആയിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ കണ്ടന്റ്. ദെൻ മൂന്നാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നതിനാണ് നമ്മൾ സൈറ്റോസോളിക് ഡൊമൈൻ എന്ന് പറയുന്നത്. അതിലാണ് പ്രധാനമായിട്ട് ഇൻട്രിൻസിക് ടൈറോസിൻ കൈനേസ് ആക്ടിവിറ്റി ഉള്ളത്. ഇതിനെ ഓരോന്നിനെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ വന്ന ലിഗാൻഡ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ RTKനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആത്യന്തികമായിട്ട് ഇവിടെ ഉണ്ടാവണം എന്താണെന്ന് വെച്ചാൽ റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് ഇന്റെ സൈറ്റോസോളിക് ഡൊമൈനിലുള്ള ടൈറോസിൻ കൈനേസ് റിസപ്റ്റേഴ്സിലുള്ള ടൈറോസിൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. അത് മുഖേന കുറെ സെവറൽ പാത്വേസിനെ ഓൺ പൊസിഷനിലോട്ട് കൊണ്ടുവരും. അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഓർ അൺസ്റ്റിമുലേറ്റഡ് സ്റ്റേറ്റില് ദി ഇൻട്രിൻസിക് കൈനേസ് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഇൻട്രിൻസിക് കൈനേസ് ആക്ടിവിറ്റി ഉണ്ടാവുന്ന അതെന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. പക്ഷെ ഒരു ലിഗാൻഡ് ഈ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സെവറൽ ഗ്രോത്ത് ഫാക്ടർ,
ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ലിഗാൻസ് എന്ന് പറഞ്ഞു. ഇവര് വന്ന് ഇവിടെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ ആക്ടിവേഷൻ ഓഫ് ദ റിസപ്റ്റർ നടക്കും. അതോടുകൂടിയിട്ട് തന്നെ ഡൈമറൈസേഷൻ ഓഫ് ദ റിസപ്റ്റർ നടക്കുന്നു. ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള 2 റിസപ്റ്റേഴ്സ് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തോട്ട് വരും. ഇൻസുലിനിൽ മാത്രം അങ്ങനെ നടക്കണില്ല, ബാക്കി എല്ലാത്തിലും അങ്ങനെയാണ് നടക്കുന്നത്. അതായത് ആക്ടിവേഷൻ ഓഫ് റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് ബൈ മീൻസ് ഓഫ് ഡൈമറൈസേഷൻ ഓഫ് ദ റിസപ്റ്റർ. അപ്പൊ എന്താണ് ഉണ്ടാവുന്നത്? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു EGF എന്ന് പറഞ്ഞാൽ ഒരു റിസപ്റ്റർ ഇതിന്റെ ലിഗാൻഡ് ബൈൻഡിങ് ഡൊമൈനിൽ വന്ന് ബൈൻഡ് ചെയ്തു വിചാരിക്കുക. ലിഗാൻഡ് ബൈൻഡിങ് ഡൊമൈനിൽ വന്ന് RTK റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു ഡൈമറൈസേഷൻ ഓഫ് ദ റിസപ്റ്റർ ഉണ്ടാവും എന്ന് പറയുന്നു. ബിഫോർ ലിഗാൻഡ് ബൈൻഡിങ് സ്റ്റേറ്റിൽ പുവർലി ആക്റ്റീവ് ടൈറോസിൻ കൈനേസ ഇത്രയും ദൂരെ മാറിയ കിടക്കണത് അല്ലേ? 2 റിസപ്റ്റർ 1 ആൻഡ് റിസപ്റ്റർ 2 2 റിസപ്റ്റേഴ്സ് ആയിരുന്നു ഇത്. 2ഉം RTKs തന്നെ. അപ്പൊ ലിഗാൻഡ് ബൈൻഡിങ്, ആഫ്റ്റർ ബൈൻഡിങ് ദ ലിഗാൻഡ് റിസപ്റ്റേഴ്സ് കം ക്ലോസ് ടുഗദർ. 2 പേരും കൂടെ അടുത്തോട്ട് വരും. എന്നിട്ട് അങ്ങനെ പുവർലി ആക്റ്റീവ് ആയിട്ടുള്ള 2 ടൈറോസിൻ കൈനേസും കൂടെ അടുത്തോട്ട് വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പരസ്പരം എന്ത് ചെയ്യും? ഫോസ്ഫോറിലേറ്റ് ഈച്ച് അതർ. 2 പേരും പരസ്പരം ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഇതെങ്ങനെയാണ് ഇത് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരും അടുത്തോട്ട് വരുന്ന സമയത്ത് ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഇൻ ദ റിസപ്റ്റർ മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ട്. അത് മുഖേന ATPക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. ആക്റ്റീവ് ആയിട്ടുള്ള ATP വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഫോസ്ഫോറിലേറ്റ് ദ ടൈറോസിൻ കൈനേസ് റെസിഡ്യൂ. ATP അല്ലെങ്കിൽ അതർ പ്രോട്ടീൻ സബ്സ്ട്രേറ്റ്സ് ഇത് മുഖേന ഇവര് വന്ന് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ATP വന്ന് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ഫോസ്ഫോറിലേഷൻ ഓഫ് ദ അതർ റെസിഡ്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. എൻഹാൻസ്ഡ് കൈനേസ് ആക്ടിവിറ്റി ആൻഡ് സ്റ്റിമുലേഷൻ ഓഫ് ഫോസ്ഫോറിലേഷൻ ഓഫ് അതർ സൈറ്റ്സ് ഇൻ ദ സൈറ്റോസോളിക് ഡൊമൈൻ. അങ്ങനെ ബാക്കിയുള്ള ഡൊമൈൻസിലും കൂടെ ഫോസ്ഫോറിലേഷൻ അങ്ങനെ നിറച്ച് ആദ്യം ഒരു സൈറ്റിന്റെ ആക്റ്റീവ് ലിപ്പിൽ മാത്രമാണ് ATP ഫോസ്ഫോറിലേറ്റ് ചെയ്യുക. ഇത് തൊട്ടടുത്തിരിക്കുന്ന റിസപ്റ്ററിന്റെ ആക്റ്റീവ് ലിപ്പിന്റെ ഫോസ്ഫോറിലേഷനെ പ്രൊമോട്ട് ചെയ്യും. ഇത് 2 ഫോസ്ഫോറിലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവര് ബാക്കിയുള്ള സൈറ്റുകളുടെ ഫോസ്ഫോറിലേഷനെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ എന്താവും? അങ്ങനെ റെസിഡ്യൂസ് എല്ലാം ഭയങ്കര ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫോസ്ഫോ ടൈറോസിൻ റെസിഡ്യൂസ് ആയിട്ട് മാറും. ഫോസ്ഫോ ടൈറോസിൻ റെസിഡ്യൂസ് ഇവരെന്ന് പറയുന്നത് എന്താണ്? ആക്ട് ആസ് ഡോക്കിംഗ് സൈറ്റ്സ് ഫോർ വേരിയസ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പ്രോട്ടീൻസ്. വേരിയസ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പ്രോട്ടീൻസിനെ ഡോക്കിംഗ് സൈറ്റ്സ് ആയിട്ടാണ് ഇവര് ആക്ട് ചെയ്യുക. ദീസ് ആക്ടിവേറ്റഡ് ടൈറോസിൻ കൈനേസ്. ഈ ഫോസ്ഫോ ടൈറോസിൻ റെസിഡ്യൂസ് എന്താണ് പിന്നെന്താ ചെയ്യുക വെച്ചാൽ ക്യാൻ ഇന്ററാക്ട് വിത്ത് അഡാപ്റ്റർ പ്രോട്ടീൻസ്. അവര് അഡാപ്റ്റർ പ്രോട്ടീൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അഡാപ്റ്റർ ക്യാൻ ഇന്ററാക്ട് വിത്ത് അഡാപ്റ്റർ പ്രോട്ടീൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് വെച്ചാൽ സ്മോൾ പ്രോട്ടീൻസ് ആണ്. ഈ അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ അവർ സ്മോൾ പ്രോട്ടീൻസ് ആണ്. അവർക്കുള്ള 3 ഡൊമൈൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? SH2, PTB or SH3. അവർക്ക് അങ്ങനെയുള്ള 3 ഡൊമൈൻസ് ഉണ്ട്. പക്ഷെ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രിൻസിക് ആയിട്ട് എൻസൈമാറ്റിക് ഓർ സിഗ്നലിംഗ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇവര് വന്ന് ഇവിടെ ഈ ആക്റ്റീവ് RTKs അഡാപ്റ്റർ പ്രോട്ടീൻസുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന സമയത്താണ് ഫർദർ റിയാക്ഷൻസ് പോസിബിൾ ആവുന്നത്. ഈ റാസ് എന്നിട്ടൊരു GTPase സ്വിച്ച് പ്രോട്ടീൻ. റാസ് ഒരു GTPase സ്വിച്ച് പ്രോട്ടീൻ ആണ് റാസ്. അതെന്താണ്? സൈക്കിൾസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് സ്റ്റേറ്റ്. ഒരു GTPase
സ്വിച്ച് പ്രോട്ടീനാണ്. അത് ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് സ്റ്റേറ്റിന് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. റാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മോണോമറിക് GTP ബൈൻഡിങ് സ്വിച്ച് പ്രോട്ടീനാണ്. മോണോമറിക് എന്ന് പറഞ്ഞാൽ അതിനൊരു സബ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 സ്വിച്ച് പ്രോട്ടീൻ. എന്താണ് സ്വിച്ച്? മോണോമറിക് ആണ് റാസ്. സ്വിച്ച് പ്രോട്ടീൻ എന്താണ് അവിടെ സ്വിച്ച് എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അതിന് ഐദർ ഇറ്റ് ക്യാൻ ബൈൻഡ് വിത്ത് GTP ആയിട്ട് ബൈൻഡ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൺ സ്റ്റേറ്റ് ആയിരിക്കും. ഓർ ഇറ്റ് ക്യാൻ ബൈൻഡ് വിത്ത് അല്ലെങ്കിൽ ഓൺ ഓർ ആക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് ദ റിസപ്റ്റർ ആയിരിക്കും ഇത്. അല്ലാന്നുണ്ടെങ്കിൽ റാസിന് ക്യാൻ ബൗണ്ട് വിത്ത് GDP എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. അത് ഇനാക്റ്റീവ് സ്റ്റേറ്റ് ആയിരിക്കും. ഈ 2 സ്റ്റേറ്റിൽ ഇതിന് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന. ഇനി എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്വാനിൻ ന്യൂക്ലിയോറ്റൈഡ് എക്സ്ചേഞ്ച് ഫാക്ടർ എന്നെ പറയുന്നതാണ് ജെഫ് എന്ന് പറയും. ജെഫ് എന്താണ്? ഗ്വാനിൻ ന്യൂക്ലിയോറ്റൈഡ് എക്സ്ചേഞ്ച് ഫാക്ടർ കണ്ടില്ലേ? GEF. ഒരു ജെഫ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ തന്നെയാണ് കേട്ടോ. അതിന് വന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ GDP ബൗണ്ട് ചെയ്തിരിക്കുന്ന റാസിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ജെഫ് ക്യാൻ ബൈൻഡ് വിത്ത് റാസ് GDP കോംപ്ലക്സ്. റാസ് GDP കോംപ്ലക്സിലോട്ട് ഈ ജെഫ് വന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ഈ GDP ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു. റാസിൽ നിന്ന് എപ്പോഴാണോ ജെഫ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് ആ സമയത്ത് GDP ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പൊ എന്തായി? റാസിൽ നിന്ന് GDP ഡിസോസിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ GTPക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. GTP അങ്ങനെ റാസ് GTP കോംപ്ലക്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ ശരിക്ക് ഇതിനെ ജെഫ് വന്ന് GDPനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ആണ് മാത്രമേ GTPക്ക് വന്ന് ബൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് എന്താണ്? അങ്ങനെ ആക്ടിവേഷൻ പ്രോസസ്സ് നടക്കും. റാസ് GTP ആയിരിക്കുന്ന സമയത്താണ് ആക്ടിവേറ്റഡ് കണ്ടീഷനിൽ റിസപ്റ്റർ ഇരിക്കുന്നത്. ഇനി ആക്ടിവേഷൻ്റെ 1 മിനിറ്റൊക്കെയാണ് ഇതിൻ്റെ ആക്ടിവേഷൻ നിൽക്കുക. 1 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണെന്ന് വെച്ചാൽ വേറൊരു ഫാക്ടർ വരും. GTPase അസോസിയേറ്റിംഗ് പ്രോട്ടീൻ വരും. എന്താണ് ആ പ്രോട്ടീൻ്റെ പേരാണ്? GTPase ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ. GTPase ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ. അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നിട്ട് GTPനെ റിമൂവ് ചെയ്യും. GTPനെ റിമൂവ് ചെയ്ത് കളയും. റിമൂവ് GTP ഫ്രം റാസ്. അപ്പം എന്തായിരിക്കും? റാസ് ആയിട്ട് വരും. അപ്പം എന്നിട്ട് ഒക്കുപ്പൈ വിത്ത് GDP. അപ്പം എന്താവും? GDP റാസ് GDP ആയിട്ട് വരും. അപ്പം എന്ത് സ്റ്റേറ്റ് ആണ്? ഫോർ ദ പർപ്പസ് ഓഫ് ഇനാക്ടിവേഷൻ. ഇനാക്ടിവേഷൻ്റെ സമയത്താണ് ഇങ്ങനെ ഉണ്ടാവുക. GTPase ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ. അതിനെ നമുക്ക് ഗ്യാപ്പ് എന്ന് പറയാം. ഗ്യാപ്പ്. GTPase ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ വെൻ ബൈൻഡ്സ് ടു റാസ് GTP. റാസ് GTPയുടെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് റിസസിൻ
ഇൻട്രിൻസിക് GTPase ആക്ടിവിറ്റി. GTPase ആക്ടിവിറ്റി ഇൻട്രിൻസിക് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു എന്തർത്ഥം? GTPനെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റും, അല്ലെങ്കിൽ റിലീസ് ചെയ്ത് മാറ്റും. അങ്ങനെ എന്തുണ്ടാവും? GTP റീപ്ലേസ് ചെയ്തിട്ട് GDP വരും. അത് മുഖേന ഡീആക്ടിവേഷൻ ഓഫ് റാസ് ഉണ്ടാവും. അത്രയാണ് റാസിന്റെ ഫങ്ഷൻസ്. പല ടൈപ്പ് ഹ്യൂമൻ ക്യാൻസേഴ്സും അസോസിയേറ്റ് ചെയ്തിരുന്നത് മ്യൂട്ടന്റ് റാസ് പ്രോട്ടീൻസ് ആണ്. ഇങ്ങനെയുള്ള മ്യൂട്ടന്റ് ഫോംസ് എന്താണെന്ന് വെച്ചാൽ GTPനെ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് അതിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റാസ് അല്ലെങ്കിൽ ഓൺ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് പൊസിഷനിലായിട്ടിരിക്കും. റാസ് GTP ഫോമിലായിട്ടായിരിക്കും ഇരിക്കുക, അല്ലേ? അപ്പൊ GDP മാറ്റിയിട്ട് അവിടെ GTP വന്നു കഴിഞ്ഞിട്ട് GTPനെ മാറ്റണ്ടേ? ആ സെല്ലിന്റെ നീഡ് ആവശ്യം കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ GTP പോകണം. പക്ഷെ അവിടെ നിന്ന് GTP പോണില്ല. അങ്ങനെ വരുമ്പോ എന്താണ് പ്രോളിഫറേഷൻ ഓഫ് മറ്റേ പ്രത്യേക ഒരു ആക്ടിവിറ്റി, അല്ലേ? പ്രോളിഫറേഷൻ വരും. ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ പോലും പ്രോളിഫറേഷൻ നടക്കും. പ്രോളിഫറേഷൻ ഓഫ് സെൽസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക മെറ്റാബോളിക് ആക്ടിവിറ്റി നടന്നിട്ട് അതിനെ പറയുന്നതാണ് നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഇവിടെ ഈ റാസില് മ്യൂട്ടന്റ് ഫോംസ് ഓഫ് ദ റാസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ റാസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണല്ലോ. ആ പ്രോട്ടീനിൽ തന്നെ 12th പൊസിഷൻ എന്ന് പറയുന്നത് ഗ്ലൈസീൻ ആണ് സാധാരണ ആ പ്രോട്ടീന്റെ അല്ലെങ്കിൽ ആ പോളിപെപ്റ്റൈഡിന്റെ. ഇവിടെ എന്ന് പറയുന്നത് ഈ മ്യൂട്ടന്റ് ഫോംസില് ഗ്ലൈസീൻ മാറിയിട്ട് വേറെ ഏതെങ്കിലും ഒരു അമിനോ ആസിഡ് വന്നാൽ, പ്രോളിൻ ഒഴിച്ച് ബാക്കി ഏത് അമിനോ ആസിഡ് വന്നാലും അത് മ്യൂട്ടന്റ് ഫോം ഓഫ് ദ റാസ് ആയിട്ട് വരും. അത് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? GTPase ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യും. അതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലിഗാൻഡ് ബൈൻഡിങ് ഏതെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് EGF എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ ആണെന്ന് വിചാരിക്കുക. അത് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈമറൈസേഷൻ ഓഫ് ദ റിസപ്റ്റർ നടക്കും. അതെന്താണ്? ഒരു ടൈറോസിൻ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു ടൈറോസിൻ കൈനേസ് ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യും. അത് മുഖേന റാസ് GTP ആവും. അത് മുഖേന കുറെ ഒരു സിഗ്നൽ ട്രാൻസ്മിഷൻ പാത്വേസ് ഓൺ ആവും എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ്? ഹൗ ഡസ് ബൈൻഡിങ് ഓഫ് EGF or any other growth factor to its particular receptor, EGF receptor, or that particular receptor of growth factor leads to the activation of RAS. റാസിന്റെ ആക്ടിവേഷനെ എങ്ങനെയാണ് ഒരു ഗ്രോത്ത് ഫാക്ടർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വേറെ കുറെ പ്രോട്ടീൻസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനെ പറയുന്നതാണ് അഡാപ്റ്റഡ് പ്രോട്ടീൻസ്. ഈ അഡാപ്റ്റഡ് പ്രോട്ടീൻസ് ആർ പ്രോട്ടീൻസ് ദാറ്റ് പ്രസന്റ് ഇൻ ദ സൈറ്റോസോളിക് റീജിയൻ. സൈറ്റോസോളിക് റീജിയനിലാണ് ഇവർ കാണുന്നത്, അഡാപ്റ്റഡ് പ്രോട്ടീൻസ് കാണുന്നത്. വൺ ഓഫ് ദ അഡാപ്റ്റഡ് പ്രോട്ടീൻ ആണ് GRB2. എന്താണത്? ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ ബൗണ്ട് പ്രോട്ടീൻ. സാധാരണ ഇനാക്റ്റീവ് സ്റ്റേറ്റില് എന്താണ് പറഞ്ഞത്? ഇപ്പൊ നമ്മള് ഇനാക്റ്റീവ് സ്റ്റേറ്റില് സൈറ്റോസോളില് റാസ് ബൗണ്ട് ടു GDP ആയിട്ടാണ് ഇവിടെ ബൗണ്ട് ചെയ്തിരിക്കുക. എന്താണ്? ഈ റിസപ്റ്റേഴ്സ് എല്ലാം മോണോമേഴ്സ് ആയിട്ടായും കാണാം. ഒരു EGF റിസപ്റ്റർ, ഇതാണ് ഈ റെഡ് ആയിട്ട് കാണിക്കുന്നതാണ് EGF എന്ന് വിചാരിച്ചാൽ, അവർ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈമറൈസേഷൻ ഓഫ് ദ റിസപ്റ്റർ നടക്കും. അങ്ങനെ ഒരുപാട് ഫോസ്ഫേറ്റ് കൈനേസ് ആക്ടിവിറ്റി മുഖേന ഫോസ്ഫോറിലേഷൻ നടക്കും. ഇതിന്റെ ഇടയിൽ എന്നിട്ട് ഇവരാണ് റാസിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി റാസിനെ ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ റാസ് ഇവിടെ മാറിയിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് റാസ് ഇവിടെ മാറിയിരിക്കുന്നേ ഉള്ളൂ. GDP ബൗണ്ട് റാസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു അഡാപ്റ്റർ പ്രോട്ടീൻ ഉണ്ട്. അതിനെ പറയുന്നതാണ് ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ ബൗണ്ട് പ്രോട്ടീൻ. അതിനെ പറയുന്നത് GRB2. ഇതാണ് GRB2.
ഇവിടെ ഉള്ള ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ ബൗണ്ട് പ്രോട്ടീൻ എന്ന് പറയുന്നത് സൈറ്റോസോളിക് റീജിയനിൽ കാണുന്ന പ്രോട്ടീനാണ്. അതാണ് നമ്മൾ പറയുന്നത് GRB2 എന്ന് പറയുന്നത്. ഇത് GRB2 ഇതെന്താ ചെയ്യണത്? GRB2 ബൈൻഡ് ടു ദ ഫോസ്ഫോടൈറോസിൻ റെസിഡ്യൂസ്. ഫോസ്ഫോടൈറോസിൻ റെസിഡ്യൂസിൽ ഇവിടെ ഈ റിസപ്റ്റർ RTKയിൽ കാണുന്ന ഫോസ്ഫോടൈറോസിൻ റെസിഡ്യൂസിൽ വന്നിട്ട് ഇതിന് വന്ന് GRB2 ബൈൻഡ് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് SH2 ഡൊമൈൻ. ഈ GRB2 എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് സൈറ്റോസോൾ എന്ന് വിചാരിച്ച സൈറ്റോസോളിക് റീജിയനിൽ GRB2 ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ റെസിഡ്യൂസ് RTK റെസിഡ്യൂസ് മറ്റേ ഫോസ്ഫോറിലേറ്റഡ് ആയിക്കഴിഞ്ഞാൽ GRB2 ആക്ടിവേറ്റഡ് ആവും. GRB2 എന്തുണ്ട്? 2 ഡൊമൈൻസ് ആണുള്ളത്. ഒന്ന് അതിന് SH3 എന്ന് പറഞ്ഞൊരു ഡൊമൈനും SH2 എന്ന് പറഞ്ഞ ഡൊമൈൻ. ഇതാണ് SH2 എന്ന് പറഞ്ഞ ഡൊമൈൻ നമ്മൾ അസ്യൂം ചെയ്യാം. ഇനി SH3 എന്ന് പറഞ്ഞ വേറൊരു ഡൊമൈനും അതിനുണ്ട്. അത് ഇങ്ങോട്ടായിട്ടിരിക്കുക, SH3 എന്ന് പറഞ്ഞ ഡൊമൈൻ. ഇനി ഇത് RTKs ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ GRB2 SH2 ഡൊമൈൻ ക്യാൻ ബൈൻഡ് വിത്ത് ദിസ് phosphorylated phosphotyrosine residues in the receptor. Phosphotyrosine residue in the activated receptorൽ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ ഇവിടെ SH2 GRB2 with the help of SH2 can bind with the phosphotyrosine residues. അങ്ങനെ വന്ന് ബൈൻഡ് ചെയ്യും. GRB2 അപ്പൊ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ SH2 ഡൊമൈൻ വെച്ചിട്ട് എന്തിൽ ബൈൻഡ് ചെയ്യും? RTKയിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ GRB2 തന്നെ വേറൊരു ഡൊമൈൻ ഉണ്ട് എന്ന് പറഞ്ഞു. SH3 എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ഡൊമൈൻ ഉണ്ട്. ഇവിടെ ഒരു വേറൊരു ഡൊമൈൻ ഉണ്ട്. ആ ഡൊമൈൻ വെച്ചിട്ട് അവരെന്ത് ചെയ്യും? they can interact with SOS protein. They can interact with SOS. അതിന് SOSനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. SOS ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ അവിടെ ഉണ്ടായിരുന്നു. SOSനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ SOS ജെഫായിട്ട് ആക്ട് ചെയ്യുന്നു. മനസ്സിലായില്ലേ? SOS ചെന്നിട്ട് റാസ് ബൗണ്ട് GDP ഇവിടെ റാസുമായിട്ടാണ് GDP, ഇത് റാസ് ആണ്. റാസ് ബൗണ്ട് GDP, റാസ് GDP സ്റ്റേറ്റിൽ ഇരിക്കുന്ന റാസിനെ എന്താക്കും? GDP മാറ്റി GTPക്ക് ആക്റ്റീവ് റാസ് ആക്കി മാറ്റും. ആരാണ് ചെയ്തത്? SOS ആണ് ചെയ്തത്. SOS can convert GDP bound RAS to GTP bound RAS. അതാണ് ഓൺ സ്റ്റേറ്റിൽ. അങ്ങനെ ഇനാക്റ്റീവ് റാസിനെ ആക്റ്റീവ് റാസ് ആക്കും. ആക്റ്റീവ് റാസ് ആയി കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു? സെവറൽ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേസിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ആദ്യം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഒരു ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തിനാണ്? ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു EGF റിസപ്റ്റർ ആയിരിക്കും. അത് സെവറൽ റിസപ്റ്റർ ടൈറോസിൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഫോസ്ഫോറിലേഷൻ ഓഫ് സെവറൽ ടൈറോസിൻ റെസിഡ്യൂസ് ആണ് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്. ഇനി ഇവ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റോസോളിൽ കാണുന്ന എന്താണ്? അഡാപ്റ്റർ പ്രോട്ടീൻസ് ഉണ്ട്. അഡാപ്റ്റർ പ്രോട്ടീൻസിനാണ് നമ്മൾ പറയുന്നത് GRB2 എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീന്റെ പേരാണ് GRB2. ഇതാണ് GRB2 എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു SH2 ഡൊമൈൻ ഉണ്ട്. ഈ SH2 ഡൊമൈൻ വെച്ചിട്ട് അവർക്ക് ഫോസ്ഫോടൈറോസിൻ റെസിഡ്യൂസുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാം. പിന്നെ അവർക്കൊരു SH3 ഡൊമൈൻ ഉണ്ട്. SH3 ഡൊമൈൻ വെച്ചിട്ട് അവർക്ക് ആരുമായിട്ട് ബൈൻഡ് ചെയ്യാം? SOS പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യാം. SOS പ്രോട്ടീൻ എന്ന് പറയുന്നതും സൈറ്റോസോളിൽ തന്നെ കാണുന്ന ഒരു പ്രോട്ടീനാണ്. ദേ ആക്ട് ആസ് ജെഫ് ആയിട്ട് ആക്ട് ചെയ്യും. അവര് ദേ ക്യാൻ കൺവേർട്ട് RAS GDP ടു RAS GTP ഫോം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നും കൂടെ ഇങ്ങനെ പാത്വേ നമുക്ക് പറയാം. ലിഗാൻഡ്
ലിഗാൻഡ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്ന് വെച്ചാൽ RTK ആക്ടിവേറ്റഡ് ആവും. ഒരു ഗ്രോത്ത് ഫാക്ടർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ RTK ആക്ടിവേറ്റഡ് ഫോം ആവും. അതായത് ഫോസ്ഫോറിലേഷൻ നടക്കും. അതെന്ന് പറയുന്നത് എന്തിനാണ്? സൈറ്റോസോളിക് GRB2 ആക്ടിവേറ്റ് ചെയ്യിക്കും. അവരെന്താ ചെയ്യുക വെച്ചാൽ SH2 ഡൊമൈൻ വെച്ചിട്ട് RTKയിൽ ബൈൻഡ് ചെയ്യും ടൈറോസിൻ കിൻസ്. പിന്നെ അവര് SH3 ഡൊമൈൻ വെച്ചിട്ട് SOS ആക്ടിവേറ്റ് ചെയ്യിക്കും. ആക്ടിവേറ്റഡ് ഫോം ഓഫ് ദ SOS ആക്ട് ആസ് ജെഫ്. SOS ജെഫ് ആയിട്ട് ആക്ട് ചെയ്യും. അവരെന്ത് ചെയ്യും? ദാറ്റ് ക്യാൻ കൺവേർട്ട് എന്ത് ചെയ്യാം? RAS GDP RAS GTP ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് സെവറൽ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേസ് ഓൺ ആക്കും. ഇത്രയാണ് റിസപ്റ്റർ ടൈറോസിൻ കൈനേസിന്റെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ.